ലോകത്ത് ആദ്യമായിട്ട് മൗലിദ് പാരായണം ചെയ്തതും അതോടൊപ്പം തന്നെ മൗലിദ് ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചതും ഇമാമിയങ്ങളല്ല നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. അതേപോലെ തന്നെ താബികളുമല്ല, സ്വഹാബത്തുമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമല്ല. പിന്നെ ആരാണ്? ലോകം പടച്ച് നിയന്ത്രിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ആദ്യമായിട്ട് മൗലിദ് ചൊല്ലുന്നതും ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കുന്നതും. ഖുർആനിലെ ആയത്തുകളാണ് ഈ കാണുന്നത്. ആർക്ക് വേണമെങ്കിലും അർത്ഥം വെക്കാം. ഇതിലൊക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളാണ്. അതോടൊപ്പം തന്നെ മുത്തുനബിയെ പലതിനോട് ഉപമിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്യാൻ പറ്റില്ല എന്നത് ഒരു ഖുർആനിന്റെ ആയത്ത് കൊണ്ടോ ഒരു ഹദീസ് കൊണ്ടോ തെളിയിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തും. ഇനി നിങ്ങൾ പറയുന്ന കാര്യം എന്ത്? സ്പെഷ്യൽ ആയിട്ടൊരു പരിപാടി അത് പറ്റൂല നിങ്ങൾ പറയലുള്ളത് അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ലോകത്തുള്ള എല്ലാവരേക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ നിന്ന് ഒരാളും തന്നെ പൂർണ്ണ മുഅ്മിനാവുകയില്ല എന്നല്ലേ? അള്ളാനെ നമ്മൾ എപ്പോൾ ആരാധിക്കണ്ടേ? അള്ളാഹ്ക്ക് വേണ്ടി എപ്പോൾ ഇബാദത്ത് ചെയ്യണ്ടേ? എന്നിട്ട് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു തആല സ്പെഷ്യൽ ആയിട്ട് റമളാൻ മാസം നമുക്ക് തന്നത്? അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരാൻ വേണ്ടിയിട്ടല്ലേ? അതേ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും നമ്മൾ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം, മദ്ഹുകൾ പാടണം, പറയണം, ഒക്കെ ചെയ്യണം. എന്നാൽ റബീഉൽ അവ്വൽ മാസം വരുന്ന സമയത്ത് സാധാരണഗതിയിൽ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്ക് സ്നേഹം കൂടുതലാണോ കുറയലാണോ? സ്വാഭാവികം സ്നേഹം കൂടും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറവിയെടുത്തത് ആ ഒരു ദിവസത്തിലാണ് അല്ലെ? അപ്പൊ പിന്നെ ഇനി സംശയമില്ലല്ലോ, ഇതൊക്കെ ഒരു മഹബത്തിന്റെ മേലിൽ, ഇഷ്ടത്തിന്റെ പേരിൽ